കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു. ആ 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറയുമായിരുന്നു, അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഒരവസ്ഥയിലാണ് ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്നത്. ഒരു അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം, ഏത് സമയത്ത് എന്ത് സംഭവിക്കാം, അതുപോലൊരവസ്ഥ. ലോകം മുഴുവൻ ആ അവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ സത്യമല്ലേ? അതെ, ഈ ലോകത്തിനൊരു എക്സ്പയറി ഡേറ്റ് ദൈവം വെച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ആയുസ് ഏറെ ആയാൽ 70-ഓ 80-ഓ, മെഥൂശലയിൽ 969 കിട്ടിയെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. എന്നാൽ അതേ അധ്യായത്തിൽ, അടുത്ത അധ്യായത്തിൽ ഉൽപ്പത്തി 5-ലാണ് മെഥൂശലയ്ക്കിന് 969. 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ 120 സംവത്സരമായി. കാരണം എന്താ? മനുഷ്യൻ തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു. അപ്പോൾ ദൈവം ആയുസ് കുറച്ചു. അതിപ്പോൾ വന്ന് മോശ എഴുതി വെച്ചു, ഏറെ ആയാൽ 70-ഓ 80-ഓ സംവത്സരം. ഇന്നത്തെ ആരോഗ്യവകുപ്പ് പറയുന്നത് ഇന്നത്തെ ന്യൂ ജനറേഷൻ 50 വയസ്സ് വരെ. അതിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും തട്ടിപ്പോ അവസ്ഥയിലായിരിക്കുക. ആയുസിൻ്റെ ദൈർഘ്യം കുറഞ്ഞു, മനുഷ്യ രോഗികളായി. മനുഷ്യൻ വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളിലും വെച്ച് അതിമനോഹരമായ സൃഷ്ടി മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ ഏറ്റവും ഹീന ജന്തുവായി മാറിയിരിക്കുന്നൊരു കാലഘട്ടം. പരസ്പരം കടിച്ചു കീറുന്ന, പരസ്പരം കൊലവിളി നടത്തുന്ന, മാരകമായ ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ച് നിന്നെയും കൊല്ലും ഞാനും ചാകുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആധുനിക മനുഷ്യൻ മാറ്റപ്പെട്ടു. സഹോദരങ്ങളെ, നമ്മളിത് അറിയാതിരിക്കരുത്. ഞാൻ സാധാരണ പറയാറുണ്ട്, വേദപുസ്തകത്തിലെ ആദ്യത്തെ കുടുംബം ആദാം, ഹവ്വ, കായീൻ, ഹാബീൽ. അവിടെ കൊലപാതകം തുടങ്ങി. ആ കൊലപാതകം ഇന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആദിമ മനുഷ്യരിൽ അനുസരണക്കേട് തുടങ്ങി, ആ അനുസരണക്കേട് ഇന്നും കണ്ടിന്യൂ ചെയ്തു. പഴയ ആകാശം പഴയ ഭൂമി ചുട്ടരിച്ചൊരു പുതിയ ആകാശം പുതിയ ഭൂമി തന്റെ ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദാമ്യ വീഴ്ച മുതൽ, അല്ലെങ്കിൽ വീഴ്ച തൊട്ട് ഭൂമിയും ശാപഗ്രസ്തമായി. ഭൂമി വിളവ് തരാതെ ആയി. നമുക്കറിയാം, മഴയുടെ സമയങ്ങളൊക്കെ തെന്നി മാറി. മനുഷ്യൻ ഹിംസ ജന്തുവായി മാറി. പരസ്പരം കൊല്ലുക മാത്രമല്ല, കൊന്ന് തിന്നുന്ന അവസ്ഥയിലേക്ക് മാറി. ഇരിയ മീനൊക്കെ നമുക്ക് വലിയ ഉദാഹരണമാണ്. എന്തിനേറെ പറയുന്നു, കേരളക്കരയിൽ പോലും കൊന്നു തിന്ന ചരിത്രം നമ്മളെല്ലാം പത്രത്തോരെയും സോഷ്യൽ മീഡിയ വഴിയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെ എന്തുകൊണ്ടും മനുഷ്യൻ മൃഗസമാനമായ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ സത്യം സത്യം സത്യം. മാനത്തോട്ടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി ഈ ലോകത്തെ ദൈവം നശിപ്പിച്ച് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ നിത്യതയിലേക്ക് ചേർത്തിട്ട് ഈ ലോകത്തെ മുഴുവൻ ചുട്ടരിച്ച് ഒരു പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാക്കി പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരെല്ലാവരും കൂടി പുതിയ ഭൂമിയിലെ വാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഓൾറെഡി ദൈവത്തിൻ്റെ പദ്ധതി ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ദൈവത്തിൻ്റെ മനുഷ്യനുമായിട്ടുള്ള ഒരു ന്യൂ കവനന്റ്, ഒരു പുതിയ പദ്ധതി പുതിയ ആകാശം പുതിയ ഭൂമിയിലാണ് തുടങ്ങാൻ പോകുന്നത്. അതിനിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കർത്താവ് വന്ന് മധ്യാകാശത്തിൽ നമ്മൾ ചേർക്കുന്നു. അത് കഴിഞ്ഞ് 7 വർഷം മഹോദരകാലം
അത് കഴിഞ്ഞൊരു 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് പഴയ ആകാശത്തെയും പഴയ ഭൂമിയും ചുട്ടരിച്ചിട്ടൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം ഉണ്ടാക്കി. അതിൽ പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരെ പാർപ്പിച്ച് അവിടെയാണ് വാഴ്ച തുടങ്ങുന്നത്. ഒരു വലിയ കെട്ടിടം, ഭീമാകാരമായൊരു കെട്ടിടം കെട്ടുമ്പോൾ ഒരു 100 നില കെട്ടിടമെന്ന് വെച്ചോ, വിദേശത്തെ കൊണ്ടല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കറിയാം, ഒരു ടെൻ്റൊക്കെ കെട്ടി ആ കെട്ടിടം കെട്ടാൻ വേണ്ടുന്ന മെറ്റീരിയൽസ് എല്ലാം സൂക്ഷിക്കുന്ന നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കാണാറുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു 10 നില കെട്ടിടം കെട്ടുകയാണെങ്കിൽ ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കമ്പി, മെറ്റീരിയൽ, സിമൻറ്റ് എന്ന് വേണ്ട ടൂൾസ്, ഉപകരണങ്ങൾ, ഏറ്റവും വിലപ്പെട്ടതായ ഉപകരണങ്ങളൊക്കെ മിഷനറികൾ കൊണ്ടുവന്ന് അവിടെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. 2-3 വർഷത്തെ പ്ലാൻ തയ്യാറാക്കി ഒരു നല്ലൊരു ബിൽഡർ കാര്യങ്ങളൊക്കെ പ്ലാൻ പ്രകാരം ചെയ്ത് ബിൽഡിങ് പണിത് മനോഹരമാക്കി പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് തന്നെ ഈ പഴയ കൂടാരത്തെ എന്ത് ചെയ്യും? പൊളിച്ചു കളയും. അപ്പം നമ്മുടെ ഈ കൂടാരം പഴയ കൂടാരമായി, ഇത് പൊളിച്ചു കളയും. ഒരു പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് ദൈവം നമുക്ക് പ്രൊമോഷൻ തരും. ഈ കൂടാരത്തിൽ നിന്ന് ഒരു പുതിയ മനുഷ്യനായി നിത്യതയ്ക്ക് വേണ്ടി ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് പുതിയ മനുഷ്യനെ ചെല്ലത്തുള്ളൂ, പഴയ ഒന്നും ചെല്ലത്തില്ല. പൗലോസ് പറയുന്ന ഭാഷ, ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യൻ. പഴയ മനുഷ്യൻ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഒഴിഞ്ഞു കളഞ്ഞിട്ട് കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്ന ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യൻ. ആ ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ്റെ സ്വഭാവമുണ്ട്, ദൈവത്തിൻ്റെ സ്വഭാവം. സത്യം, നീതി, പരിജ്ഞാനം, വിശുദ്ധി, സ്നേഹം ആദിയായ ദൈവിക സ്വഭാവ ഗുണങ്ങളുള്ള, ദൈവത്തിൻ്റെ മനസ്സുള്ള, ദൈവത്തിൻ്റെ ഭാവമുള്ള, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായ ഒരു കൂട്ടം മനുഷ്യർ. അവരെയാണ് കർത്താവ് ചേർക്കുന്നത്. ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. അതുകൊണ്ട് നമുക്ക് ആ വചനത്തിൻ്റെ വ്യവസ്ഥ പാലിസം കൊണ്ട് ജീവിച്ചാൽ ഒരു നിരാശയ്ക്കും വകയില്ല. ഞാൻ ഇന്നുകൂടി ഒരു ആൻറ്റിയോട് പറയാനിടയായി. നമുക്കൊന്നുകൊണ്ടും നിരാശപ്പെടേണ്ട വകയില്ല, നമുക്കൊന്നുകൊണ്ടും ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം നമുക്ക് വേണ്ടി ഏറ്റവും വലിയൊരു അനുഗ്രഹം, ഒരു ഭാവി ദൈവം നമ്മൾ ഒരുക്കി വെച്ചിരിക്കുക. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മറുപടിയില്ലാത്ത, മരണമില്ലാത്ത നിത്യസന്തോഷം നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് ആ സന്തോഷത്തിൻ്റെ തിമിർപ്പിലായിരിക്കുന്ന ഒരു മനോഹരമായ ഭാവി ദൈവമക്കൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അത് പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉത്തരവാദിത്വം. ഒരുങ്ങേണ്ട പോലെ ഒരുങ്ങണം. ഈ ലൊട്ടുള്ളുക്ക് പരിപാടി ഉണ്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ഞാനൊരു മെസ്സേജ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, സ്വർഗരാജ്യം ദൈവരാജ്യം എന്നുള്ളത്. അതിങ്ങനെ തയ്യാറാക്കി പല വാക്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പഠിച്ച് വന്നപ്പോൾ സ്വർഗരാജ്യത്തെ ബലാത്കാരികൾ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കും. അപ്പൊ സ്വർഗത്ത് പോവുകയല്ലേ ചെയ്യുന്നത്, സ്വർഗം നമ്മൾ പിടിച്ചെടുക്കുക ചെയ്യും. കർത്താവിൻ്റെ ഭാഷയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് വെറുതെ കിട്ടുമോ? പിന്നെ ഈ പാസ്റ്റർമാര് പ്രാർത്ഥിച്ച് സ്വർഗത്ത് പോയി, നിത്യതയിൽ പോയി, വെയിലുള്ള ദേശത്ത് പോയി എന്നൊക്കെ അവർ പറയുന്നതൊക്കെ ശരിയാണോ? എനിക്ക് ബലമായി സംശയമുണ്ട്. കാരണം ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, സ്വർഗത്ത് പോകണമെങ്കിൽ, നിത്യത പ്രാപിക്കണമെങ്കിൽ, ദൈവരാജ്യം പ്രാപിക്കണമെങ്കിൽ, സ്വർഗരാജ്യം പ്രാപിക്കണമെങ്കിൽ നാം അനുസരിച്ച് ജീവിക്കേണ്ട ഒരു വലിയ ഉപദേശ സംഹിത, ദ ഫോം ഓഫ് ഡോക്ട്രിൻ, ഉപദേശ സത്യങ്ങൾ സത്യവേദ പുസ്തകത്തിൽ ഉണ്ട്. അതാരും ശ്രദ്ധിക്കാതെ പോവുക. ഇങ്ങോട്ട് വന്ന് 2-3 പാട്ടൊക്കെ പാടി ഒരു ബഹളമൊക്കെ വെച്ച് ആൾക്കാരെ കിടത്തിപ്പൊറിപ്പിക്കാതെ ഒരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായി കൈയടിച്ച് 4 പേരെ അറിയിച്ച് ഒരു ആരാധന, ഒരു സാക്ഷ്യം, ഒരു പ്രബോധനം, ഒരു സങ്കീർത്തന വായന, കുറേ പാട്ട്, കുറേ മുതലക്കണ്ണീരൊഴുക്കിയുള്ള കുറേ സാക്ഷികൾ, ഇതെല്ലാം നടത്തി നമ്മൾ പോവുക. സ്വർഗത്ത് പോകാനുള്ള ഒരുക്കവിടെ. എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തിട്ട് സ്വർഗത്തിൽ കിടക്കുന്ന പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ആരുണ്ട്? 1 തെസ്സലോനി 5:13 മുതൽ
അവസാന ആ വാക്യങ്ങൾ വരെ, അധ്യായത്തിൻ്റെ അവസാന വാക്യം വരെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ 10-13 കൂട്ടം കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൗലോസ്. ഇതുവല്ല ആരാ നോക്കുന്നേ? ഇതുവല്ല നേരമുണ്ട് ആൾക്കാർക്ക്? സ്വതന്ത്രം. ഇതിനാർക്കും നേരമില്ല. തമ്മിൽ തമ്മിൽ സമാധാനമായിരിക്കും, ക്രമകെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവർ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പോലെ തിന്മയായിരിക്കാൻ നോക്കുവിൻ, തമ്മിൽ എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യിപ്പിൻ. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. എൻ്റെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്ര ദൈവരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പോൾ ഇതാണ് പിതാവിൻ്റെ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം, സകലവിധ ദോഷവും വിട്ടകലണം. ഇതാണ് പിതാവിൻ്റെ ഇഷ്ടം. ഇതാരാ ചെയ്യുന്നത്? ഞാൻ ഈ ഉപദേശം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നുള്ള എത്ര സ്വർഗരാജ്യം കിടക്കുന്നത്? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ആരാ ഉള്ളത്? ആ ഉപദേശം പറയാൻ ആരാ ഉള്ളത് ഇവിടെ? ആരുമില്ല. എല്ലാവരും ചക്ക തരും, മാങ്ങ തരും, തേങ്ങ തരും, വീട് തരും, കാറ് തരും, ലോറി തരും, നിന്റെ മക്കളെ വിദേശത്തയക്കും. അനുഗ്രഹത്തിൻ്റെ കലവറയെക്കുറിച്ച് പ്രസംഗിക്കാനാണ് പലർക്കും നിയോഗം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ പാതിരാത്രി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ പുള്ള പ്രസംഗം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും കേൾക്കത്തില്ല, ചെറിയ തോതിലൊക്കെ വെച്ച് കേൾക്കും. അത്ഭുതം, 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 വിടുതൽ, 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 വിടുതൽ. സഹോദര, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചതാ. ആദാമ്യ പാപനിമിത്തം നരകയോഗ്യനായി തീരേണ്ട നമ്മെ തൻ്റെ പുത്രനെ അയച്ച് യേശുക്രിസ്തു വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച്, വിശുദ്ധീകരണം പ്രാപിച്ച്, തേജസ്കരണം പ്രാപിച്ച് നിത്യതയിലേക്ക് ഒരുങ്ങാൻ വേണ്ടി യേശുക്രിസ്തുവിലൂടെ ഒരു പുതുവഴി നമുക്ക് തുറന്നു തന്ന അതിനേക്കാൾ വലിയ അത്ഭുതം ലോകത്ത് വേറെ ഇല്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടെടുത്തതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ മനുഷ്യനെ വീണ്ടും നിത്യതയിൽ ചേർക്കാൻ വരുന്നതാണ് രണ്ടാമത്തെ അത്ഭുതം. ഇനിയെങ്കിലും പാസ്റ്റർമാർ ഇതൊന്ന് മനസ്സിലാക്കണേ. വിസ വരുന്നതും കാറ് മേടിക്കുന്നതും വീട് വയ്ക്കുന്നതും ലോകത്തിലെ ലോകമനുഷ്യർ ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമ്മളും അനുഗ്രഹിക്കപ്പെടുന്നതാണ് ദൈവാനുഗ്രഹമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം കൾട്ടുപദേശിമാരും നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഫേക്കായിട്ടുള്ള സന്ദേശം തരുന്നവർ ജീവിച്ചിരിപ്പുണ്ട്. അവരാണ് ഏറെയും. ഞങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള വഴി പ്രസംഗിക്കുമ്പോൾ അത് ദുരുപദേശവും. എന്താ ചെയ്യുക? ഓരോ പറഞ്ഞ സമയം കളയുന്നില്ല, ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ. ഓരോ സമയങ്ങളിലായിട്ട് ഇതുപോലുള്ള വിഷയങ്ങൾ നമുക്ക് ചിന്തിച്ചു പോകുന്നത് നല്ലതാണ്. എപ്പോൾ വചനം ധ്യാനിച്ചാലും സ്വർഗരാജ്യം, ദൈവരാജ്യം, നിത്യത എന്നുള്ള സബ്ജക്റ്റ് ആയിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ അത്ഭുതം അടയാളങ്ങളൊന്നുമല്ല, കുറേ ആത്മാക്കളെ കിട്ടുന്നതല്ല. കിട്ടിയ ആത്മാക്കളെയൊക്കെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? 50, 100, 200, 300, 400, 500, 2000, 3000, 4000 ഇവരെയൊക്കെ വെച്ച് തിന്നുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? ഇവരാരെങ്കിലും നിത്യതയ്ക്ക് കൊണ്ട് ഒരുക്കുന്നുണ്ടോ? ആരും ഒരുക്കുന്നില്ല. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നും പറഞ്ഞൊരു മെസ്സേജ് ഒരു പാസ്റ്റർ വന്ന് വടക്കേ ഇന്ത്യയിൽ ഇവിടെ വന്ന് പ്രസംഗിച്ചു. ഇവിടെ എല്ലാവരും പോയി ആ മീറ്റിങ്ങിന് കൂടി പപ്പടം പടം പായസം കൂട്ടി തിരുമി തിന്ന് ആ വചനം കേട്ടിട്ട് എന്നോട് ചോദിച്ചു പോയില്ലേ? ഞാൻ പറഞ്ഞു പോയില്ല, ഞാൻ അറിഞ്ഞു പോലുമില്ല. എനിക്ക് ആ മെസ്സേജ് ഇട്ട് തന്നു. ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ആ വലിയ സംരംഭം, വലിയ മെഗാ മീറ്റിംഗ്, ആ മെസ്സേജ് കേട്ടിട്ട് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണെന്നും പറഞ്ഞ് വെണ്ടക്കേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നതല്ലാതെ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ മെസ്സേജ് ഒന്നും അവിടെ വേണ്ട രീതിയിൽ വെളിപ്പെട്ടില്ല. ശരീരം സഭയാണെങ്കിൽ തല ക്രിസ്തുവാണല്ലോ. തലയായവരിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഭവിച്ചും ദൈവികമായ ആത്മീകമായ വളർച്ച പ്രാപിക്കുന്നു. അതിന് തലയിൽ നിന്നുള്ള ഉപദേശം ഓരോ സമയവും നമ്മൾ കേട്ടനുസരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭക്തികത്വ ഉപദേശം അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് നിത്യത പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. തലയായ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ഒരു ശരീരത്തെയാണ് കർത്താവ് ഒന്ന് ചേർക്കുന്നത്. അതിന് ആഴത്തിലുള്ള ഉപദേശം പഠിപ്പിക്കലുണ്ട്. എവിടെ ഉപദേശം? എന്തെങ്കിലും 2-3 വാക്യം അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് പറഞ്ഞാലൊന്നും ഉപദേശമാകത്തില്ല. ശരീരമാം സഭയ്ക്ക് തലയോട് ചേർന്നിരുന്ന വളർച്ച പ്രാപിച്ച്
ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടാനുള്ള ഘനമായ ഉപദേശം അപ്പോസ്തലന്മാരും കർത്താവ് തരുന്നുണ്ട്. അതാരും പഠിപ്പിക്കുന്നില്ല എന്നാ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രസംഗങ്ങൾ കണ്ടെയ്നർ കണക്കിന് കിടപ്പുണ്ട്. പക്ഷേ നിത്യതയിലേക്ക് ഒരുക്കുന്ന അല്ലെങ്കിൽ സ്വർഗരാജ്യം പ്രാപിച്ചെടുക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. എങ്ങനെ പിടിച്ചടക്കാം? എവിടെ ഉപദേശം? ഞങ്ങളതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്നത്തെ വിഷയം. വായിക്കുന്നു ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിർത്തുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ വിരോധമല്ലോ. ജഡാഭിലാഷം ആത്മാഭിലാഷം. ഗലാത്യ ലേഖനത്തിൽ ഒരു പ്രത്യേക പഠിപ്പിക്കലാണ് കേട്ടോ. ഇത് ആഴത്തിൽ പഠിച്ചെടുക്കണം നമുക്ക്. ജഡാഭിലാഷം ആത്മാഭിലാഷം, ജഡസ്വഭാവം ആത്മസ്വഭാവം, ജഡത്തിന്റെ ചിന്തകൾ ആത്മാവിന്റെ ചിന്തകൾ, ജഡത്തെ അനുസരിക്കുക ആത്മാവിനെ അനുസരിക്കുക. ഇങ്ങനെ പോകുന്നു സീരിയലായിട്ട് വിഷയങ്ങൾ. എവിടേക്കാ ഈ പഠനങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? അത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കോഴി ചിക്കുന്ന പോലെ ചിക്കി പഠിച്ചാലല്ലേ കിട്ടത്തുള്ളൂ. ഈ ഉപദേശം കിട്ടാതെ എങ്ങോട്ടാണ് നമ്മൾ പോണേ? ഇവിടെ 2 അഭിലാഷമാണ് ഈ 16-ാം പരേഡും പറയുന്നത്. ഗലാത്യർ 5-ന്റെ 16-ാം പരേഡും. ജഡാഭിലാഷം ആത്മാഭിലാഷം, ഇവ തമ്മിൽ ഫൈറ്റിങ്ങാ. ജഡവും ആത്മാവും തമ്മിൽ ഫൈറ്റിങ്ങാ. ഒരിക്കലും ഇത് തമ്മിൽ ചേരത്തില്ല. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇസ്രയേലിൻ്റെ ഒരു ഗ്രേറ്റ് പ്രീച്ചറുണ്ട്, ഉപദേഷ്ടാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നിക്കോദിമോസ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും കർത്താവുമായിട്ടുള്ള ഇടപെടലെ നമ്മളൊന്ന് വായിച്ചാൽ, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദിമോസ് എന്ന പേരിലൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നു. അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനെ പ്രശംസിച്ച് അങ്ങ് പറയുക. യേശു അവനോട് എന്താ പറയുക? ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. ഭയങ്കര ചോദ്യമാണ്. അതിന് യേശു, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവവചനമാകുന്ന വെള്ളത്താൽ ഒരു ജനനം. വചനത്തെ വെള്ളത്താൽ ഊമിച്ച് പറയുന്നുണ്ട്. അവൻ അവളെ വചനത്തോടുകൂടി സ്നാനത്താൽ വെടിപ്പാക്കി. അപ്പോൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഈ വാക്യം പറയാനാണ് ഞാൻ ഇത്രയും ഭാഗം വായിച്ചത്. ഈ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി ജഡത്താൽ ജനിച്ചതാണ്. ആ വ്യക്തി ആത്മാവിനാൽ ജനിക്കപ്പെടണം. ദൈവവചനമാകുന്ന വചനത്താൽ ഒരു വീണ്ടും ജനനം, ആത്മാവിനാൽ ഒരു ജനനം. അങ്ങനെ ജനനം സംഭവിച്ച വ്യക്തി ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അപ്പം ആത്മാവിനെ അനുസരിച്ച് നടന്നില്ലെങ്കിലോ ജഡത്തിന്റെ മോഹം നിവർത്തിച്ചുകൊണ്ടിരിക്കും. എന്നിലും നിങ്ങളിലും വരുന്ന ബലഹീനതകൾ അതാണെന്ന് മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ കഴിയുമോ? നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല. ഹല്ലേലൂയ. ഈ റോമാലേഖനം 8-ാം അധ്യായത്തിലെ ഒരു സുപ്രധാന വാക്യമുണ്ട്. അത് പലരും തെറ്റിച്ചാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവകൃത്യം പഠിപ്പിച്ചപ്പോൾ അത് കാര്യം മനസ്സിലായത്. സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയുമില്ല. ആ വാക്യത്തെ വളരെ വികലമായി പഠിപ്പിക്കുന്നതാണ് ചെയ്യുന്ന പലരും. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയും ഇല്ലെന്നല്ല അവിടെ എഴുതി വച്ചേക്കുന്നത്. അതിൻ്റെ ശരിയായ ഭാഷാന്തരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുക. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെയായിരിക്കാം. വചനത്തിൻ്റെ പഠിപ്പിക്കൽ പലരും പല നിലയിലാണ് പഠിപ്പിക്കുന്നത്. KJV ട്രാൻസ്ലേഷൻ നമ്മൾ പഠിച്ചു വരുമ്പോൾ സ്തോത്രം,
ആകയാൽ ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. Therefore now no condemnation. സ്തോത്രം. Therefore no condemnation to them which are the Christ Jesus, who walk now after the flesh, but after the Spirit. സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ലെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതാ ഭാഷാന്തരത്തിൽ വന്ന പ്രയോഗത്തിന്റെ ഒരു പെശകാണ് മലയാളത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്പൊ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവധി ഇല്ല. ക്രിസ്തുവേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ദാനപ്പെട്ട് രണ്ട് അന്യഭാഷ പറഞ്ഞ് ശിക്ഷാവധി ഇല്ല, ശിക്ഷാവധി ഇല്ല. സ്തോത്രം 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 എന്ന് പറഞ്ഞ് അല്ലേലിയ പറഞ്ഞ് നരകത്തിൽ പോയിക്കൊണ്ടിരിക്കുക. കാരണം ആ ശരിയായ ഭാഷാന്തരത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ക്രിസ്തുവേശുവിൽ വിശ്വസിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ആത്മാവിനനുസരിച്ച് ആരാ നടക്കുന്നത്? നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക ചെയ്യുന്നേ. പൗലോസ് പറഞ്ഞു പോലെ തികഞ്ഞവനായതുകൊണ്ടല്ല, തികയാൻ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ ആത്മാവിനനുസരിച്ച് നടക്കാൻ ഞാൻ ശ്രമിക്കുക. ഓരോ ദിവസവും പ്രാർത്ഥിച്ചും വചനം ധ്യാനിച്ചും, കർത്താവേ അതിനുള്ള കൃപ തരണമേ, കർത്താവേ അതിനുള്ള കൃപ തരണമേ. കാരണം നമ്മൾ ജഡത്തിലിരിക്കുക. ആത്മാവിന്റെ വീണ്ടെടുപ്പ് പത്രോസ് പറഞ്ഞ പോലെ ആത്മാവിന്റെ വീണ്ടെടുപ്പാണ് സംഭവിച്ചിരിക്കുന്നത്. ആത്മാവിന്റെ ശുദ്ധീകരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ജഡം ഇപ്പോഴും ആ പാപജഡത്തിൽ ഇരിക്കുക. പാപം ചെയ്യാനുള്ള ടെൻഡൻസി നമ്മുടെ ശരീരത്തിലുണ്ട്. പാപം നമ്മളിൽ വരുന്നുണ്ട്. അതാത് സമയങ്ങളിൽ അതാ യോഹന്നാൻ പറയുന്നത്, നാം നമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മൾ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പൊ പാപം നമ്മിൽ വന്നുകൊണ്ടിരിക്കും. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുത്. നമ്മളിൽ പാപം വരാം. ആ പാപം വാഴാൻ നാം അനുവദിക്കരുത്. ഹല്ലേലൂയ. പാപത്തിന് നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കരുത്. ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ശുദ്ധീകരണം പ്രാപിച്ചോണം. കർത്താവേ ഞങ്ങളുള്ള തെറ്റ് വരാതിരിപ്പാൻ കൃപ തരണം കർത്താവേ, ശുദ്ധീകരിക്കണം കർത്താവേ, ശുദ്ധീകരിക്കണം കർത്താവേ, രക്തത്താലും വനത്താലും ആത്മാവിനാലും എന്നെ ശുദ്ധീകരിക്കണമേ കർത്താവേ എന്ന് പറയും. ദൈവത്തിന് നെടുമ്പാട് വീണ് കിടന്ന് പ്രാർത്ഥിക്കുക. ഞാൻ തെറ്റുകുറ്റങ്ങൾ വന്നപ്പോൾ ഞാൻ കരയാറുണ്ട്. സത്യം ഞാൻ കരയാറുണ്ട്. കർത്താവേ എൻ്റെ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ, ചെയ്തു പോയത് പറഞ്ഞു പോയത് ക്ഷമിക്കണം കർത്താവേ. കരയാറുണ്ട്, കിടന്ന് കൊച്ചു കുഞ്ഞിനെ പോലെ കരയാറുണ്ട്. അതുകൊണ്ട് എനിക്ക് സന്തോഷം കൂടുതലേ. അത് തെറ്റുവരാത്ത ആളൊന്നുമല്ല. യാക്കോബ് എന്താ പറയുക? നാം പലരും തെറ്റിപ്പോകുന്നു. തെറ്റുപറ്റാത്ത ഒരു മനുഷ്യനുമില്ല, ഒരു വിശ്വാസി ലോകത്തിലില്ല. വിശുദ്ധന്മാരെന്ന് പറഞ്ഞ് വെള്ളയും വിട്ട് നടക്കുന്നവര് അവർ ചെയ്യുന്ന തെറ്റിന് കയ്യും കണക്കുമില്ല. പൗലോസ് പറയുന്ന പോലെ വേഷത്തിൽ ഭക്തി കാണിച്ചുകൊണ്ടിരിക്കുക. ജീവിതം തെറ്റുകുറ്റങ്ങളുടെ ഒരു കൂമ്പാരമാണ്. പോട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരിക. ഇവിടെ സ്തോത്രം, പാപം നമ്മിൽ വാഴരുതെന്ന റോമാലേഖനം 6:12, പാപത്തിന് നമ്മുടെ അവയവങ്ങളെ സമർപ്പിച്ചു കൊടുക്കരുതെന്ന് റോമാലേഖനം 6:13. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിലൂടെ കയറി ഇറങ്ങാതെ ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യം പ്രാപിക്കാൻ കഴിയത്തില്ല. ഞങ്ങളെ പഠിപ്പിച്ച പഠനം അങ്ങനെയാണ്. ഞങ്ങളും ഇപ്പം അങ്ങനെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം അതുപോലൊരു വിഷയമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തു നിത്യജീവൻ തന്നെ. കൃപാവരമാണ് നിത്യജീവൻ, വെറുതെ കിട്ടത്തില്ല. തടസ്സം പാപം, അത് നമ്മളിൽ നിന്ന് മാറിക്കൂടും. പാപത്തിനെ നമ്മുടെ അവയവം സമർപ്പിക്കരുത്, പാപത്തിന് കീഴ്പ്പെടരുത്, പാപത്തെ വിട്ടോടണം, പാപത്തോട് എതിർത്ത് നിൽക്കണം, പിന്നെ പാപത്തെ കീഴ്പ്പെടുത്തണം. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇതൊക്കെ വല്ലവരും പഠിപ്പിക്കുന്നുണ്ടോ? ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഴത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ഒരു പ്രെയർ ഗ്രൂപ്പിൽ സൂം മീറ്റിങ്ങിലൊക്കെ ദാസന്മാരൊക്കെ അതിനെക്കുറിച്ചൊക്കെ സവിസ്താരമായിട്ട് പറയുന്നുണ്ട്. പൊതുവെ ഇന്ന് ഇങ്ങനെയുള്ള പഠിപ്പിക്കൽ കാണുന്നില്ല. അനുഗ്രഹം, നന്മ, വിടുതൽ എന്ന് പറഞ്ഞ് നിൽക്കുക. ദൈവമക്കളെ,
അപകടരേഖയിലൂടെയാണ് ഇന്നത്തെ ക്രൈസ്തവ കോളം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം, ഭക്തിക്കൊത്ത ഉപദേശം, അപ്പോസ്തല ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശം, രാജകീയ ഉപദേശം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ആഴത്തിൽ പഠിച്ച് ഗ്രഹിച്ച് അനുസരിച്ച് ജീവിക്കണം. അല്ലാതെ സ്വർഗരാജ്യം പ്രാപിക്കാൻ പറ്റത്തില്ല. സ്വർഗരാജ്യത്തെ പിടിച്ചെടുക്കണം. നമ്മൾ അതിനനുയോജ്യമായ നിലയിൽ ദൈവവചനം ധ്യാനിച്ചും പഠിച്ചും അനുസരിച്ചും ജീവിച്ച് അത് പ്രാപിച്ചെടുക്കണം, പിടിച്ചെടുക്കണം. എങ്ങനെയും ജീവിച്ചിട്ട് മരിച്ചു കഴിയുമ്പോൾ ബെയ്യൂല ദേശത്ത് പോയി, വിശ്രാമ സ്ഥലത്ത് പോയി കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ഭംഗിയാണെങ്കിലും അങ്ങനെ നടക്കണം എന്നില്ല. ഞാനത് വൈകിയാ മനസ്സിലാക്കി, അതുകൊണ്ടായി പറയുന്നത്. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, അല്ലെങ്കിൽ എന്തില്ല? ജഡത്തിൻ്റെ മോഹം. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കും. അല്ലെങ്കിൽ എന്താ പറ്റും? ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കും. അതവിടെ പൗലോസ് പറയുന്നത്. ഈ ഗലാത്യ ലേഖനത്തിലെ പ്രധാന വിഷയം അതാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം. സ്തോത്രം. ഗലാത്യർ 5:16-17 ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. അനുസരിച്ച് നടന്നില്ലെങ്കിലോ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കും. അതല്ലേ കോടതി കേസ് വഴക്കെല്ലാം വരുന്നതിൻ്റെ കാരണം? അതല്ലേ വിശ്വാസികൾ തമ്മിൽ തല്ലുന്നതിൻ്റെ കാര്യം എന്താ? ജഡത്തെ അനുസരിച്ച് നടക്കുന്നുകൊണ്ടിരിക്കുക. ഈ ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ഒത്തിരി മുഖങ്ങളുണ്ട് കേട്ടോ ആ വിഷയത്തിന്. 1 കൊരിന്ത്യയിലെ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിൽ ജഡീകനായ ഒരു വ്യക്തിയെ പൗലോസ് എടുത്ത് കാണിക്കുന്നുണ്ട്. ആരാ ഈ ജഡീകൻ? ഈ വിഷയത്തെ നാനാമുഖങ്ങളിൽ നമ്മൾ പഠിച്ചു വരുമ്പോഴേ കാര്യം മനസ്സിലാകത്തുള്ളൂ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരുടെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾ കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ. പെന്തക്കോ സമൂഹം ജഡീകന്മാരായി കഴിയുകയാണ്. ഒരു TPM സഹോദരനോട് ഞാൻ സംസാരിച്ചു. പുള്ളി പറഞ്ഞ ആത്മീയ കോളം തകർന്ന് തരിപ്പണമായി കിടക്കുകയാ. ആമാസിനെ മുച്ചൂട് മുടിച്ച് ഗാസ പ്രദേശം തകർന്ന് കിടക്കുന്ന പോലെ ഇന്ന് ആത്മീയ കോളം തകർന്ന് തരിപ്പണമായി കിടക്കുക. കാരണമെന്താ? പണിതെടുക്കാനുള്ള ഉപദേശം ആരും പ്രസംഗിക്കുന്നില്ല. അനുഗ്രഹത്തിൻ്റെ കലവറയെക്കുറിച്ച് ആ പ്രാസംഗികന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശുദ്ധീകരണത്തിൻ്റെ ദൂതുകളില്ല, വിശുദ്ധീകരണത്തിൻ്റെ ദൂതുകളില്ല, പാപം വിട്ടോടാനുള്ള പ്രസംഗങ്ങളില്ല. പാപത്തോട് എതിർത്ത് നിൽക്കാൻ, പാപത്തോട് പോരാടാൻ, പാപത്തെ വിട്ടോടുവാൻ, പാപത്തെ കീഴ്പ്പെടുത്തുവാൻ, പാപം വാഴാതിരിക്കാൻ ശക്തമായ അപ്പോസ്തല ഉപദേശത്തിൻ്റെ ശക്തമായ മെസ്സേജുകൾ ജനത്തിന് കിട്ടുന്നില്ല. പഠനങ്ങൾ ജനത്തിന് കിട്ടുന്നില്ല. തന്മൂലം പാപത്തിൽ കിടന്ന് ഉഴുക, തലകുത്തി മറിയ വിശ്വാസി. ആ നിലയിൽ മരിച്ചു കഴിയുമ്പോൾ കർത്തസനിൽ ചേർക്കപ്പെട്ടു, ദൈവദേശത്ത് പോയി, പ്രൊമോട്ടഡ് ഹെവൻ. ഇങ്ങനെ പറയുന്ന ഒരു രീതിയിലേക്ക് പെന്തക്കോ സമൂഹം മാറിയിരിക്കുക. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. അതിന് അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയിൽ പഠിപ്പിക്കണം. പത്യോപദേശം പഠിപ്പിക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചാൽ മാത്രമേ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കാതിരിക്കത്തുള്ളൂ. ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനും തമ്മിൽ വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്ന ചെയ്യാതെ വണ്ണം അവ തമ്മിൽ വിരോധമല്ലോ. റോമർ 8-ാം അധ്യായത്തിൻ്റെ നമ്മൾ നേരത്തെ ഒരു വാക്യമാണ് വായിച്ചത്. ചില വാക്യങ്ങൾ കൂടി അതിൽ നിന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. 8-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനം തന്നെ. അപ്പോൾ ജഡസ്വഭാവവും ആത്മസ്വഭാവവും, നമ്മളിൽ ഏത് സ്വഭാവം ഉള്ളത്? ആത്മാവിനെ അനുസരിച്ച് നടന്നാലേ ആത്മസ്വഭാവം വരത്തുള്ളൂ. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആത്മസ്വഭാവം കിട്ടത്തില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഹല്ലേലൂയ. അപ്പോഴാണ് ആത്മസ്വഭാവമുള്ളത് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ജഡസ്വഭാവമുള്ളവരായി മാറും. ജഡസ്വഭാവമുള്ള ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ള ആത്മാവുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം,
ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനമാകുന്നു. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. കണ്ടോ? അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമില്ല. അടുത്തതോ, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ഓ മൈ ഗോഡ്! നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. കണ്ടോ? അപ്പോൾ ആത്മാവ് വസിക്കുന്നവൻ എന്ത് ഉണ്ടാകണം? അവനിൽ ആത്മസ്വഭാവം ഉണ്ടാകണം. അന്യഭാഷയിൽ ഒതുങ്ങരുത് ക്രിസ്ത്യ ജീവിതം. അന്യഭാഷ നല്ലതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന അന്യഭാഷയാണ്. ഇന്നിപ്പോൾ അത് അന്യായ ഭാഷയായി മാറിയിരിക്കുക പലരിലും. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവജനമേ, കർത്താവിൻ്റെ ഒരു വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ സംഘമേ, ഞാൻ ആത്മാർത്ഥമായിട്ട് വിളിച്ചു പറയട്ടെ, നമ്മളിൽ ആത്മാവ് വസിച്ച ആത്മസ്വഭാവം നമ്മളിലുണ്ടോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുണ്ടോ? ജഡാഭിലാഷത്തെ കീഴ്പ്പെടുത്തുവാൻ നിന്നിലുള്ള ആത്മാഭിഷാകത്തിന് കഴിയുന്നുണ്ടോ? ജഡാഭിലാഷവും ആത്മാഭിലാഷം ജഡാഭിലാഷത്തെ കീഴ്പ്പെടുത്തണം. നിക്കോദെമോസിനുള്ള കർത്താവ് അതുകൊണ്ട് അങ്ങനെ ഇടപെട്ടത്. നീ ജഡത്താൽ ജനിച്ചൊരു വ്യക്തിയാണ്, നീ ജഡീകനാണ്, നിനക്ക് ദൈവരാജ്യമില്ല. ഹല്ലേലൂയ! സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മാവ് നിങ്ങൾ വസിക്കുന്നെന്ന് ഒരിക്കലും ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. 12-ാം വാക്യം, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ! സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എത്ര ഘനമായൊരു വിഷയമാണ് ഇന്ന് രാത്രി നമ്മളെടുത്തിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരുടെ സംഘമേ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, നമ്മളിൽ ഏത് സ്വഭാവമുള്ളത്? നമ്മളെ ആരാ നടത്തുന്നത്? ജഡമാണോ നടത്തുന്നത്? എങ്കിൽ സാത്താൻ്റെ പിടി നമ്മുടെ മേലുണ്ട്. ഇല്ല, ആത്മാവാണോ നമ്മൾ നടത്തുന്നതെങ്കിൽ ആത്മാ സ്വഭാവം നമ്മളിലുണ്ടാകണം. ഹല്ലേലൂയ! ഇനി ഇങ്ങോട്ട് ഞാൻ വരാം. ഇത് തെളിയിക്കാനായിട്ട് കൊരിന്ത്യർ ലേഖനം 2-ാം ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിലെ ഒരു വിഷയം എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തരുന്നുണ്ട്. ഞാൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.